സംസ്ഥാന പോലീസ് സേനയുടെ തലപ്പത്തേക്ക് ഉന്നം വച്ച് കരുക്കൾ നീക്കിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ ഒടുവിൽ സ്വന്തം പിഴവുകൾ സൃഷ്ടിച്ച ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഒരു കാലത്ത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന അജിത് കുമാറിനെ കൈവിടുന്ന സമീപനമാണ് ഇപ്പോൾ സർക്കാരിന്റെയും മുന്നണിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ നടന്ന വിവാദമായ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ നിലവിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആരുമില്ലാത്തൊരവസ്ഥയാണ്. വിവാദങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ അജിത് കുമാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ആലപ്പുഴ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചുവെന്ന് ഗുരുതരമായ കുറ്റം തെളിഞ്ഞാൽ അദ്ദേഹത്തെ തേടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികൾ എത്തിക്കുമെന്നാണ് നിലവിലത്തെ സൂചന. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കരിയർ തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള കുരുക്കാണ് പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ രൂപപ്പെടുന്നത്. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ നിയമലംഘനത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണിത്. നിലവിൽ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറി നടന്നതായി SIT കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ADGPയുടെ ഓഫീസിൽ റിപ്പോർട്ട് തിരുത്തിയെന്ന് SIT കോടതിയിൽ വ്യക്തമാക്കുന്നു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയത് വസ്തുതാപരമായ റിപ്പോർട്ടാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമെന്ന് തിരുത്തിയിരിക്കുകയാണ്. പോലീസ് ഫോട്ടോഗ്രാഫർ സംഭവ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് റഫർ റിപ്പോർട്ടിൽ എഴുതി നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ മർദ്ദിക്കുന്ന ഭാഗമില്ല. മറ്റു ദൃശ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ റഫർ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അത് ബോധപൂർവം. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് അന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണെന്നും എന്നാൽ പോലീസ് ഫോട്ടോഗ്രാഫറുടെ മൊഴി പ്രകാരം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്നാണ് SIT ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സംഭവം അവസാനിച്ച ശേഷമാണ് എത്തിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച വരികയാണ്. ഇരുഭാഗത്തിന്റെ വാദം വിശദമായി കേട്ട കോടതി വിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വധശ്രമ കുറ്റം ചുമത്തിയ SIT നടപടിയെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്രതികരണം അല്ലേ ഉണ്ടായതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. സാഹചര്യം നിയന്ത്രിക്കാനായിരുന്നോ മർദ്ദനമെന്നും കൃത്യനിർവഹണത്തിനപ്പുറം ചെയ്തുവെന്നാണ് ചാർജ്. ഇത്തരം പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഗൺമാൻമാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ലഭിച്ചോ എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുമ്പ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുകയാണ്. മെയ് 30-ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയപരിധിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തത് എന്തിനെന്നും കോടതി ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ അടുത്ത പോലീസ് മേധാവി സ്ഥാനം കണ്ണുനട്ട് നീക്കങ്ങൾ നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പദവികൾ ഓരോന്നായി നഷ്ടപ്പെട്ട് പതനത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നത്. ഈ ഗൺമാൻമാരുടെ പ്രധാന ചുമതല അല്ലെങ്കിൽ അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് നേരെ പുറത്തേക്ക് വരുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ആയുധം കൊണ്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ എന്തെങ്കിലും ഒരു ആക്രമണം മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് തടയാനാണ് ഗൺമാൻമാർ അവരുടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ലാത്തിയല്ല, ചൂരൽ പോലുള്ള ഒരു ആയുധം ഉപയോഗിച്ചിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ മർദ്ദിച്ചത്. അപ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു നീക്കമാണ് എന്നാണ് ഇപ്പോൾ SIT തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.